കർണാടക ഹംപിയിൽ വിദേശ വനിത ഉൾപ്പെടെ 2 സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്തു. ഇസ്രയേലി വനിതയും ഹോം സ്റ്റേ നടത്തിപ്പുകാരിയുമാണ് പീഡനത്തിനിരയായത്. അതിജീവിതകൾക്കൊപ്പമുണ്ടായിരുന്ന പുരുഷന്മാരെ കനാലിലേക്ക് തള്ളിയിട്ടു. ഒഡീഷ സ്വദേശി ബിപാഷിന്റെ മൃതദേഹം കനാലിൽ നിന്ന് കണ്ടെത്തി. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ശ്രീനാഥ്, ഈ വനിതാ ദിനത്തിൽ വരുന്ന നടുക്കുന്ന മറ്റൊരു വാർത്തയാണിത്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾക്കെതിരായിട്ട് നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ ഇതുപോലെയുള്ളൊരു സംഭവം വരുന്നത്. വിദേശ വനിതകൾക്ക് നേരെ 2 സ്ത്രീകൾ കൂട്ടബലാത്സംഗം ചെയ്തു. വിദേശ വനിത ഉൾപ്പെടെയുള്ള 2 സ്ത്രീകൾക്ക് നേരെ എന്നാണ് അറിയുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? പോലീസ് എന്താണ് പറയുന്നത് ശ്രീനാഥ്? ജി.കെ. ബംഗളൂരുവിൽ നിന്ന് ഏതാണ്ട് 350 കിലോമീറ്റർ അകലെ ഈ ഹംപിയിലാണ് ഇത്തരത്തിലുള്ളൊരു വലിയ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അവിടെ കഴിഞ്ഞ ദിവസം രാത്രി ഈ ആകാശം നിരീക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഹോം സ്റ്റേ നടത്തിപ്പുകാരി 4 ടൂറിസ്റ്റുകളുമായി പുറത്തേക്ക് പോകുന്നത്. ഇതിൽ 2 പേർ വിദേശികളാണ്. ഒരു അമേരിക്കൻ പൗരനും ഒരു ഇസ്രായേലി പൗരയും ഉണ്ടായിരുന്നു. ശേഷിക്കുന്നവർ മഹാരാഷ്ട്രയിൽ നിന്നും ഒഡീഷയിൽ നിന്നുമുള്ള 2 യുവാക്കളാണ്. ഇവർ 5 പേരും കൂടി ഈ ഹംപിയിലുള്ള സോനാപൂർ തടാകത്തിന്റെ കരയിലേക്ക് പോകുന്നു. അവിടെ വനനിരീക്ഷണം നടത്തുന്നു. അവിടെ നിന്ന് മടങ്ങുന്നതിനിടെയാണ് ഒരു സംഘം ഇവരെ സമീപിക്കുകയും ഇവരോട് ആദ്യം പെട്രോൾ ലഭിക്കുമോ ഇവിടെ എവിടെയെങ്കിലും എന്ന് ചോദിക്കുന്നു. അത് അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിവാൻ ശ്രമിച്ചപ്പോൾ 100 രൂപ എല്ലാവരും തരണമെന്ന് ആവശ്യപ്പെട്ടു. അത് എതിർത്തപ്പോഴാണ് പിന്നീട് അതിക്രൂരമായ ഒരു ക്രൂരകൃത്യത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഒപ്പമുണ്ടായിരുന്ന ആണുങ്ങളെ എല്ലാം തന്നെ അവിടെയുള്ള ഒരു കനാലിലേക്ക് തള്ളിയിട്ടു. അതിൽ അമേരിക്കൻ പൗരനടക്കം ഉണ്ട്. ഒഡീഷ പൗരനെ ഈ വെള്ളത്തിൽ നിന്ന് അദ്ദേഹത്തിന് നീന്തി കരയ്ക്ക് കയറാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തെ കാണാതായി. ഇന്നലെ രാത്രി മുഴുവൻ തെരച്ചിൽ നടത്തിയിട്ടും അദ്ദേഹത്തെ കണ്ടെത്താനായില്ല. ഇന്നിപ്പോൾ രാവിലെ അദ്ദേഹത്തിന്റെ മൃതദേഹം, ബിപാഷ് എന്നതാണ് അയാളുടെ പേര്, ഈ ആണുങ്ങളെ തള്ളിയിട്ടതിന് ശേഷമാണ് സ്ത്രീകൾക്ക് നേരെ വലിയ ആക്രമണം ഉണ്ടായത്. ഇവരെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി. ഒരു ഇസ്രായേലി പൗരയാണ് ഈ ഹോം സ്റ്റേ നടത്തിപ്പുകാരിക്കൊപ്പം ഈ യാത്രയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 2 പേരെയുമാണ് അതിക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കിയത്. ഈ സംഭവത്തിന് ശേഷം ഈ അക്രമികൾ സ്ഥലത്ത് നിന്ന് പോവുകയും ചെയ്തു. പിന്നീട് ഹോം സ്റ്റേ നടത്തിപ്പുകാരിയാണ് പോലീസിന് വിവരം അറിയിക്കുന്നത്. പിന്നീട് സർക്കാർ ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റുകയും ചെയ്തു. ഒരുപക്ഷെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസ് ഇപ്പോൾ 2 സംഘങ്ങളെ തിരിഞ്ഞ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്നതാണ് അവിടുത്തെ SP അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത്. പരമാവധി വേഗത്തിൽ പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നു എന്ന് പറയുന്നത്. ഏതായാലും വനിതാ ദിനത്തിൽ വനിതകൾക്ക് നേരെ നടന്ന അതിക്രൂരമായ ആക്രമണം നമ്മുടെ രാജ്യത്തെ പോലും തലകുനിപ്പിക്കുന്ന തരത്തിൽ അതിലൊരു വിദേശ വനിത കൂടി ഉണ്ട് എന്ന കാര്യം കൂടിയാണ് ഇതിന്റെ ഒരു ഗൗരവം കൂടുതൽ വർദ്ധിപ്പിക്കുന്നത്. ജി.കെ. ശ്രീനാഥ് ചന്ദ്രൻ ആണ് വിവരങ്ങൾ നൽകിയത് മുംബൈയിൽ നിന്ന്.